നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിലെ ആപ്ലിക്കേഷൻസ് ടു ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടി വരും. എപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ, അതായത് ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു സം ആർ ഓഫ് എക്സ് അല്ലെങ്കിൽ ആർ ഓഫ് ടി എന്നുള്ള ഫോം ആയിരിക്കും. ആ ആർ ഓഫ് എക്സ് ഇൻ്റർവൽ ആയിട്ടാണ് തരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കേസാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു ആർ ഓഫ് ടി where r of t equal to 10 sin 2t if 0 less than t less than or equal to pi and 0 if t greater than pi. y of 0 1, y dash of 0 minus 5. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു ആർ ഓഫ് ടി. പക്ഷെ ആർ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, ഇൻ്റർവൽ ആയിട്ടാണ് തന്നിട്ടുള്ളത്. 0 to പൈയിൽ ആർ ഓഫ് ടീൻ്റെ വാല്യൂ 10 sin 2tയും ടി ഗ്രേറ്റർ ദാൻ പൈക്ക് ആർ ഓഫ് ടി 0യുമാണ്. അപ്പോൾ ഇവിടെ രണ്ട് വാല്യൂസ്, രണ്ട് ഇൻ്റർവൽ തന്നിട്ടുണ്ട്. സോ നമ്മളിവിടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആക്കിയിട്ട് എഴുതണം ഏതിനെ, ആർ ഓഫ് ടീനെ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറ്റി ചെയ്താൽ y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു, നമുക്കറിയാം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആക്കുമ്പോൾ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു രണ്ട് വാല്യൂ ആണ് തരുന്നത്. 10 sin 2t ആർ ഓഫ് ടി ഈക്വൽ ടു 10 sin 2t for 0 less than t less than 0 less than or equal to t less than pi and 0 for t greater than pi. അതാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇൻ്റർവൽ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഫ് ഓഫ് ടി, ഇവിടെ ജി ഓഫ് ടി ആണെങ്കിൽ എഫ് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 0 മൈനസ് യു ഓഫ് ടി മൈനസ് പൈ എന്നാണ് ഇത്. എഫ് ഓഫ് ടിക്ക് പകരം ഇവിടെ 10 sin 2t എന്നാണ്. സോ ഇതിനെങ്ങനെ മാറ്റി ചെയ്താൽ വിച്ച് ഇസ് ഈക്വൽ ടു 10 sin 2t ഇൻറ്റു യു ഓഫ് ടി മൈനസ് 0 മൈനസ് യു ഓഫ് ടി മൈനസ് പൈ. പിന്നെ എഴുതേണ്ടത് പ്ലസ് 0 ഇൻറ്റു എന്നാണ്. പക്ഷേ ഇവിടെ 0 ആയതുകൊണ്ട് ആ ടേം എന്തായി പോവും, 0 ആയിട്ട് പോവും. അപ്പോൾ y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 10 sin 2t ഇൻറ്റു യു ഓഫ് ടി മൈനസ് 0ൻ്റെ വാല്യൂ എന്താ, യു ഓഫ് ടി ആണ്. യൂണിറ്റി എന്നാണ് യു ഓഫ് ടീൻ്റെ മീൻ. യു ഓഫ് ടി 1 ആണ്. അപ്പോൾ ഇത് 1 മൈനസ് യു ഓഫ് ടി മൈനസ് പൈ എന്നാവും. അപ്പോൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 10 sin 2t ഇൻറ്റു 1 10 sin 2t മൈനസ് 10 sin 2t ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ 10 sin 2t യു ഓഫ് ടി മൈനസ് പൈ വിച്ച് ഇസ് ഈക്വൽ ടു. അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് സോൾവ് എന്നാണ്. സോൾവ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററോ അല്ലെങ്കിൽ അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻറ്റോ യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ ലാപ്ലേസിൻ്റെ അപ്ലിക്കേഷനാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സൈഡും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം. ഇപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എടുത്താൽ എന്ത് വരും, എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു, രണ്ട് സൈഡിലും 10 കോമൺ ആണ്. അപ്പോൾ 10 ഇൻറ്റു എൽ ഓഫ് 10 എഴുതേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ലാപ്ലേസിനെ 10 പുറത്തേക്ക് എടുത്തത്. അപ്പോൾ 10 ഇൻറ്റു എൽ ഓഫ് സൈൻ 2t മൈനസ് സൈൻ 2t ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. ഇനി എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് ഓഫ് 0 എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് എന്നാണ്. അപ്പോൾ 2 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് എഴുതുന്നതിന് മുമ്പ് ഒരു ബ്രാക്കറ്റ് ഇട്ടു. എൽ ഓഫ് വൈ ഡാഷിൻ്റെ വാല്യൂ എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ ഓഫ് 0 പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു 10 ഇൻറ്റു എൽ ഓഫ് സൈൻ 2t മൈനസ് സൈൻ 2t ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈനെ എൽ ഓഫ് സൈൻ 2t മൈനസ് എൽ ഓഫ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് 10 ഇൻറ്റു എൽ ഓഫ് സൈൻ 2t മൈനസ് എൽ ഓഫ് സൈൻ 2t ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ വിച്ച് ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ ഓഫ് 0ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 ആണ്. എസ് ഇൻറ്റു 1 എസ് മൈനസ് വൈ ഡാഷ് ഓഫ് 0ൻ്റെ വാല്യൂ മൈനസ് 5. സോ മൈനസ് 5 പ്ലസ് 2 ഇൻറ്റു എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ ഓഫ് 0, വൈ ഓഫ് 0ക്ക് 1 എന്ന് കൊടുത്തു. പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു 10 ഇൻറ്റു എൽ ഓഫ് സൈൻ 2t. എൽ ഓഫ് സൈൻ 2tൻ്റെ വാല്യൂ എന്താണ്, 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 മൈനസ് ഇത് എൽ ഓഫ് സൈൻ 2t ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ എന്നാണ്. ഇപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ വരികയാണെങ്കിൽ അത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പറയുന്നത്, രണ്ട് ഫോം ഉണ്ട്. എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്നാണെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണെങ്കിൽ ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ്, അതായത് എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് എഴുതാം. എൽ ഓഫ് ജി ഓഫ് ടി, അതായത് ടി മൈനസ് എ എന്നില്ല, ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനിൽ ടി മൈനസ് എയും
ഫംഗ്ഷനിൽ ടിയു ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണത്? ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി എന്നാണ് ഇവിടെ എഴുതുക. ഇവിടെ ആണെങ്കിൽ എഫ് ഓഫ് ടി മൈനസ് എ ഉണ്ടെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി തന്നെ. ടിയിലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി പ്ലസ് എ എന്ന് വേണം എഴുതാൻ. ജി ഓഫ് ടി ഇവിടെ എഫ് ഓഫ് ടി ആണെങ്കിൽ എഫ് ഓഫ് ടി പ്ലസ് എ എന്ന് വേണം എഴുതാൻ. അതാണെന്ത്? സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. അപ്പോൾ ഇവിടെ നോക്കുക, സൈൻ 2t മൈനസ് പൈ എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം, ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു ഈ ഫോമിൽ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് എഴുതാം. പക്ഷെ അവിടെ എന്തില്ല? സൈൻ 2t എന്ന് മാത്രമേ ഉള്ളൂ, ടി മൈനസ് പൈ എന്നില്ല. സോ ആൾട്ടർനേറ്റീവ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വരും? ഇ റേസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു എൽ ഓഫ് സൈൻ 2t എന്നതിന് പകരം 2 ഓഫ് ടി പ്ലസ് എ എന്ന് എഴുതും. ഇവിടെ എന്ന് പറയുന്നത് പൈ ആണ്. സോ എൽ ഓഫ് സൈൻ ഓഫ് 2 ഇൻറ്റു ടി എന്ന് എഴുതുന്നതിന് പകരം ടി പ്ലസ് പൈ എന്ന് എഴുതി. ബൈ ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. which implies s square. ഇനി എൽ ഓഫ് വൈൻ്റെ 3 ടേം വരുന്നുണ്ട്. എസ് സ്ക്വയർ എൽ ഓഫ് വൈ പ്ലസ് 2s എൽ ഓഫ് വൈ പ്ലസ് 2 എൽ ഓഫ് വൈ. അപ്പോൾ എൽ ഓഫ് വൈ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതി എന്ത് വരും? എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് പ്ലസ് 5 ഈ പ്ലസ് 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 ഈക്വൽ ടു 10 ഇൻറ്റു 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 മൈനസ് ഇ റേസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു എൽ ഓഫ് സൈൻ 2t പ്ലസ് പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 2t പ്ലസ് എൽ ഓഫ് സൈൻ 2t പ്ലസ് 2 പൈ എന്നാവും. സൈൻ ഓഫ് എച്ച് പ്ലസ് 2 പൈ എന്ന് പറയുന്നത് സൈൻ എച്ച് തന്നെയാണ്. സോ അതിൻ്റെ വാല്യൂ എന്താണ്? എൽ ഓഫ് സൈൻ ഓഫ് 2t പ്ലസ് പൈ. എൽ ഓഫ് സൈൻ ഓഫ് 2t പ്ലസ് 2 പൈ എന്നാവുന്നത് 2 ഇൻറ്റു ടി മൈനസ് 2 ഇൻറ്റു ടി പ്ലസ് പൈ എന്ന് പറഞ്ഞാൽ 2t പ്ലസ് 2 പൈ വിച്ച് ഇസ് ഈക്വൽ ടു എൽ ഓഫ് സൈൻ 2t തന്നെയാണ്. കാരണം സൈൻ ഓഫ് എച്ച് പ്ലസ് 2 പൈ എന്ന് പറയുന്നത് സൈൻ എച്ച് തന്നെ. അപ്പോൾ സൈൻ ഓഫ് 2t പ്ലസ് 2 പൈ എന്ന് പറയുന്നത് സൈൻ 2t തന്നെയായിരിക്കും. സൈൻ 2tൻ്റെ വാല്യൂ എന്താണ്? 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. രണ്ട് ടേമിലും എന്ത് കോമൺ ആണ്? 2 കോമൺ ആണ്. 2 അപ്പോൾ നമുക്ക് ഈ 2 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? 20 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഇൻറ്റു വൈ ഓഫ് എസ്. എൽ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ വൈ ഓഫ് എസ് മൈനസ് എസ് പ്ലസ് 5 മൈനസ് 2 3 ഈക്വൽ ടു 10. 2 കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്ത് കോമൺ ആയതുകൊണ്ട് അപ്പോൾ 20 ഇൻറ്റു ബാക്കിയുള്ള എന്താണ് ഇവിടെ? 2 വെള്ളിലേക്ക് പോയാൽ 1 മൈനസ് ഇ റേസ് ടു പൈ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. Therefore s square plus 2s plus 2 ഇൻറ്റു വൈ ഓഫ് എസ് ഈ മൈനസ് എസ് പ്ലസ് 3നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്ത് വരും? 20 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് പൈ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 മൈനസ് എസ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് എസ് പ്ലസ് 3 എന്നുള്ളത് മൈനസ് 3 ആയി. ഇനി നമുക്ക് വേണ്ടത് വൈ ഓഫ് എസ് ആണ്. അപ്പോൾ ഈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. Therefore y of s is equal to 20 into 1 minus e raised to pi s by s square plus 4. ഇത് താഴത്തേക്ക് വരുമ്പോൾ s square plus 2s plus 2 plus s minus 3 ഒരു ടേം ആയിട്ട് എടുക്കുക. അപ്പോൾ s minus 3 divided by s square plus 2s plus 2 എന്നായി. അപ്പോൾ y of s കിട്ടി. സോൾവ് എന്ന് പറഞ്ഞാൽ നമുക്ക് y of t ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ y of t എന്ന് പറഞ്ഞാൽ എന്താണ്? L inverse of y of s ആണ്. ആദ്യം തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ലാപ്ലേസ് കണ്ടു. ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് y of s. ഇനി y of s യൂസ് ചെയ്തുകൊണ്ട് y of t കിട്ടണം. y of t എന്ന് പറഞ്ഞാൽ L inverse of y of s ആണ്. ദാറ്റ് ഈസ് L inverse of y of s എന്ന് പറഞ്ഞാൽ 20 into 1 minus e raised to pi s by s square plus 4 into s square plus 2s plus 2 plus s minus 3 divided by s square plus 2s plus 2 which is equal to L inverse of രണ്ട് ടേം ആണ്. സോ L inverse of first term plus L inverse of second term എന്ന് ചെയ്യാം. That is L inverse of 20 into 1 minus e raised to pi s divided by s square plus 4 into s square plus 2s plus 2 plus L inverse of second term s minus 3 divided by s square plus 2s plus 2. അപ്പോൾ നമുക്ക് രണ്ട് ടേം കണ്ടുപിടിക്കാനുണ്ട് L ഇൻവേഴ്സിൻ്റെ. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതല്ല. കാരണം ഡിനോമിനേറ്ററിൽ s സ്ക്വയർ പ്ലസ് 4 s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും L ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ. അതേപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാനുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ടേമിൻ്റെ L ഇൻവേഴ്സിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു വെച്ചു. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇത് രണ്ടിൻ്റെയും പാർഷ്യൽ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചതിന് ഇതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ 20 into 1 minus e raised to pi s എന്നുണ്ട്.
20 into 1 minus e raised to pi എന്ന് പറഞ്ഞാൽ 20 minus 20 e raised to minus pi s എന്നാണ്. അപ്പോൾ e raised to pi s അല്ലെങ്കിൽ e raised to as എന്നുള്ള ഫോം വരുമ്പോൾ നമുക്കിവിടെ ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ 20ൻ്റെ മാത്രം 1 minus e raised to pi s നമ്മൾ അവിടെ നിർത്തി. നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? 20 by s square plus 4 into s square plus 2s plus 2ൻ്റെ കാണാം. കാരണം 20ൻ്റെ കണ്ടുപിടിച്ചാൽ 20 into e raised to minus pi s കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഷിഫ്റ്റിംഗ് കൊടുത്താൽ മതി. എഫ് ഓഫ് ടി എന്നുള്ളിടത്ത് എഫ് ഓഫ് ടി മൈനസ് പൈ എന്നാക്കിയാൽ മതി. അതാണല്ലോ ഷിഫ്റ്റിംഗ് തിയറം. e raised to at into f of t എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. അപ്പോൾ എഫ് ഓഫ് എസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് എസിന് പകരം എസ് മൈനസ് എ എന്നാക്കിയാൽ മതി. ഇവിടെ എഫ് ഓഫ് എസ് അല്ല, പകരം ഇൻവേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 20 by s square plus 4 into s square plus 2s plus 2ൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതിയിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ 20 by s square plus 4 into s square plus 2s plus 2 is equal to എങ്ങനെ എഴുതാം? ഡിനോമിനേറ്ററിൽ രണ്ടും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതുമ്പോൾ എ എസ് പ്ലസ് ബി ഫസ്റ്റ് ടേമിൻ്റെ വേണ്ടിയിട്ട് എ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് അടുത്തതും ക്വാഡ്രാറ്റിക് ആണ്. സോ സി എസ് പ്ലസ് ഡി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി സി ഡി എന്ന് പറയുന്ന 4 കോൺസ്റ്റൻസിൻ്റെ വാല്യൂ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ലെഫ്റ്റിൽ ഡിനോമിനേറ്റർ ഇത് സെയിം ആവും. സോ ന്യൂമറേറ്റേഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 20 ഈക്വൽ ടു എ എസ് പ്ലസ് ബി ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 പ്ലസ് സി എസ് പ്ലസ് ഡി ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി നമുക്ക്. ഇനി ഇത് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? എ ബി സി ഡിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ കോൺസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എസിന് വാല്യൂസ് കൊടുക്കാം, അല്ലെങ്കിൽ കോഎഫിഷ്യൻസുകൾ തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് നമ്മുടെ എ എസ് ഇൻറ്റു എസ് സ്ക്വയർ, എ എസ് ക്യൂബ് എന്നുള്ള ടേം വരും, എസിൻ്റെ കോഎഫിഷ്യൻറ്റ് വരും, എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് വരും, കോൺസ്റ്റൻസ് വരും. അപ്പോൾ അതെല്ലാം നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഫസ്റ്റ് എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്താൽ എന്ത് വരും? എ എസ് ഇൻറ്റു എസ് സ്ക്വയർ എ എസ് ക്യൂബാണ്. അതുപോലെ പിന്നെ എസും എസ് സ്ക്വയറും വരുന്നത് ഇവിടെയാണ്, സി എസ് ഇൻറ്റു എസ് സ്ക്വയർ. ഫസ്റ്റ് എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്ത് എന്ത് വരും? റൈറ്റ് സൈഡിൽ എ എസ് ക്യൂബ് എന്നാണ്. അപ്പോൾ എ ഈ ടേമിൽ സി എസ് ഇൻറ്റു എസ് സ്ക്വയർ സി എസ് ക്യൂബ്. അപ്പോൾ എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻറ്റ് സി. അപ്പോൾ എ പ്ലസ് സി ഈക്വൽ ടു ലെഫ്റ്റിൽ എന്തില്ല? എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ ഒന്നുമില്ല. സോ ഈക്വൽ ടു 0. എ പ്ലസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ സി ഈക്വൽ ടു എന്ത് വരും? അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് എ. അപ്പോൾ ഒരു വാല്യൂ സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സി പറയാൻ പറ്റും. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. എസ് സ്ക്വയർ വരുന്ന എവിടേക്കാണ്? ബി ഇൻറ്റു എസ് സ്ക്വയർ വരും, എ എസ് ഇൻറ്റു 2s വരും. അതേപോലെ തന്നെ ഇവിടെ ഡി എസ് സ്ക്വയർ വരും. അപ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റ് ടേമിൽ നിന്ന് എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്താൽ ഇവിടെ ഏതൊക്കെ വരുന്നുണ്ട്? എ എസ് ഇൻറ്റു എസ് സ്ക്വയർ എ എസ് ക്യൂബ് പ്ലസ് എ എസ് ഇൻറ്റു 2s 2a എസ് സ്ക്വയർ. അപ്പോൾ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാണ് ഇവിടെ? 2a പ്ലസ് അടുത്തത് ബി എസ് സ്ക്വയർ. അപ്പോൾ 2a പ്ലസ് ബി പ്ലസ് ഡി. ഇവിടെ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് ഡി ആണ്. അപ്പോൾ 2a പ്ലസ് ബി പ്ലസ് ഡി ഈക്വൽ ടു, ഇവിടെ എന്തില്ല? എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഒന്നും ഇല്ല. സോ ഈക്വൽ ടു 0. അടുത്തത് എസിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യുക. എസ് വരുന്നത് എവിടെയാണ്? ഈ ടേമിൽ വരും. എ എസ് ഇൻറ്റു 2as പിന്നെ ബി ഇൻറ്റു 2s. അപ്പോൾ എസിൻ്റെ കോഎഫിഷ്യൻറ്റ് ഈ ഫസ്റ്റ് ടേമിൽ നിന്ന് 2a പ്ലസ് സെക്കൻഡ് ടേമിൽ നിന്ന് 2b, 2a പ്ലസ് 2b. ഇനി ഇതിൽ എസ് വരുന്നത് എവിടെയാണ്? സി എസ് ഇൻറ്റു 4, വേറെ ഇതിലും വരുന്നില്ല. അപ്പോൾ പ്ലസ് 4c, 2a പ്ലസ് 2b പ്ലസ് 4c ഈക്വൽ ടു ലെഫ്റ്റിൽ എസിൻ്റെ കോഎഫിഷ്യൻ്റ് ഒന്നുമില്ല. സോ ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് കോൺസ്റ്റൻറ്റ് മാത്രമാണ്. ലെഫ്റ്റിലുള്ള കോൺസ്റ്റൻറ്റ് 20 ആണ്. ഇനി ഓരോ ടേമിലും കോൺസ്റ്റൻറ്റ് ഏതെന്ന് നോക്കാം. ബി ഇൻറ്റു 2b പ്ലസ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് വരുന്നത് ഡി ഇൻറ്റു 4. അപ്പോൾ 2b പ്ലസ് 4d ഈക്വൽ ടു 20. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ 1 എന്ന് കൊടുത്തു വെച്ചു. ബാക്കിയുള്ള ഇക്വേഷനും ആ ഓർഡറിൽ 2, 3, 4, 5. അല്ലെങ്കിൽ ഇതിന് മാത്രം എ ബി സി ഡി ഇ എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1, 2, 3, 4 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓരോ കോൺസ്റ്റൻസിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? എ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ടുണ്ട്. 0 ആണ്. സോ സി ഈക്വൽ ടു മൈനസ് എ ആണെന്ന് അറിയാം. ഇനി സി ഈക്വൽ ടു മൈനസ് എ ആവുമ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ഇക്വേഷൻ ബിയും ഡിയും ആണ്. അതല്ലെങ്കിൽ അത് ഏതെങ്കിലും രണ്ടെണ്ണമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം. ഇവിടെ ഏതും അങ്ങനെ ഇല്ല. സോ സി ഈക്വൽ ടു മൈനസ് എ എന്നുള്ളത് സി ഉള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് കൊടുക്കാം. സി ഉള്ള ഇക്വേഷൻ നമ്പർ 4 ആണ്. ഇതിൽ സി ഈക്വൽ ടു മൈനസ് എ എന്ന് കൊടുത്ത ഇക്വേഷൻ എന്താവും? 2a പ്ലസ് 2b മൈനസ് 4a ഈക്വൽ ടു 0.
ഇപ്പോൾ 2a plus 2b minus 4a equal to 0 എന്ന് പറഞ്ഞാൽ 2a minus 4a minus 2a plus 2b equal to 0 എന്നായി. മൈനസ് 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? മൈനസ് 2 ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു 0. മൈനസ് 2 ഇൻറ്റു എ മൈനസ് ബി 0 ആണെങ്കിൽ ഈ മൈനസ് 2 ഇങ്ങോട്ട് പോകുമ്പോൾ 0 ഇൻറ്റു 0 ബൈ 2 0. അപ്പോൾ എ മൈനസ് ബി 0 എന്ന് കിട്ടി, വിച്ച് ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി. എയും ബിയും ഈക്വൽ ആണെന്ന് കിട്ടി. എ ഈക്വൽ ടു ബി ആണെങ്കിൽ അത് കൊടുക്കുക ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത്. ഇക്വേഷൻ നമ്പർ 3 കൊടുത്താൽ എ ഈക്വൽ ടു ബി, കാരണം ഇവിടെ ബിയിലും ഡിയിലും ഉള്ളൊരു ഇക്വേഷൻ ഉണ്ട്. സോ എ ഈക്വൽ ടു ബി എന്നുള്ളത് എ ഉള്ള ഇക്വേഷൻ ഇതിനകത്ത് കൊടുത്തു. അപ്പോൾ എ ഈക്വൽ ടു ബി കൊടുത്താൽ 2b പ്ലസ് ബി പ്ലസ് ഡി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 3b പ്ലസ് ഡി ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി അടുത്തൊരു ഇക്വേഷനും കൂടി ഉണ്ട് നമുക്ക്. എന്ത്? ബിയിലും ഡിയിലും വരുന്നത് 2b പ്ലസ് 4d ഈക്വൽ ടു 20. പക്ഷെ ഇവിടെ കോഎഫിഷ്യന്റ് നോക്കുക, ബി ഇൻറ്റു കൂടെ 2ഉം ഡി ഇൻറ്റു കൂടെ 4ഉം ആണ്. ഇവിടെയാണെങ്കിൽ ബി ഇൻറ്റു കൂടെ 3ഉം ഡി ഇൻറ്റു കൂടെ ഒന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇത് 4d ആക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ്റെ ഒപ്പം നമ്മൾ ഓരോന്നിനും കിട്ടുന്നതിന് ഇക്വേഷൻ നമ്പർ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 6ൻ്റെ ഒപ്പം 4 മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഇക്വേഷൻ ഫുള്ളായിട്ട് ഇൻറ്റു 4 ചെയ്താൽ 3 ഇൻറ്റു 4 12b, 3 ഇൻറ്റു 4 12b പ്ലസ് ഡി ഇൻറ്റു 4 4d ഈക്വൽ ടു 0 ഇൻറ്റു 4 0. അപ്പോൾ അതിനൊരു ഇക്വേഷൻ കൊടുത്തു വെച്ചു 7. അപ്പോൾ രണ്ട് ഇക്വേഷൻ ആയിട്ടുണ്ട്. ഒന്ന് 12b പ്ലസ് 4d ഈക്വൽ ടു 0യും അടുത്ത ഇക്വേഷൻ 2b പ്ലസ് 4d ഈക്വൽ ടു 20. ഇക്വേഷൻ 5 മൈനസ് ഇക്വേഷൻ നമ്പർ 7 ചെയ്തു. അപ്പോൾ എന്ത് വന്നു? 2b പ്ലസ് 4d ഈക്വൽ ടു 20 മൈനസ് 12b പ്ലസ് 4d ഈക്വൽ ടു 0. 2 മൈനസ് 12 മൈനസ് 10b, 4d മൈനസ് 4d 0 ആയിപ്പോയി. 20 മൈനസ് 0 20. അപ്പോൾ മൈനസ് 10b ഈക്വൽ ടു 20 എന്ന് കിട്ടി, വിച്ച് ഇംപ്ലൈസ് b ഈക്വൽ ടു 20 ബൈ മൈനസ് 10, അതായത് മൈനസ് 20 ബൈ 10 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 2. അപ്പോൾ ബിൻ്റെ വാല്യൂ മൈനസ് 2 ആണെന്ന് കിട്ടി. പക്ഷെ നമുക്കറിയാം എ ഈക്വൽ ടു ബി ആണെന്ന്. ബി ഈക്വൽ ടു മൈനസ് 2 ആണെങ്കിൽ എയും എന്തായിരിക്കും? മൈനസ് 2 ആയിരിക്കും. ഇനി ഫസ്റ്റത്തെ എ പ്ലസ് സി ഈക്വൽ ടു 0യിൽ നിന്ന് സി ഈക്വൽ ടു മൈനസ് എ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്റെ വാല്യൂ മൈനസ് 2 ആണെങ്കിൽ സി ഈക്വൽ ടു മൈനസ് ഓഫ് എ, ദാറ്റ് ഈസ് മൈനസ് ഓഫ് മൈനസ് 2. ഇനി നമുക്ക് കിട്ടാനുള്ളത് നോക്കാം. എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. ഇനി കിട്ടാനുള്ളത് ഡി മാത്രമാണ്. സോ ഈ ബിന്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എ ബി സി ഡി ഉള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തത് ഈ ഡി ഉള്ളൊരു ഇക്വേഷനാണ്. ഇതിനകത്ത് എന്ത് ചെയ്തു? ബിന്റെ വാല്യൂ കൊടുത്തു. അപ്പോൾ 2b പ്ലസ് 4d ഈക്വൽ ടു 20ൽ b ഈക്വൽ ടു മൈനസ് 2 എന്ന് കൊടുത്താൽ 2 ഇൻറ്റു മൈനസ് 2 പ്ലസ് 4d ഈക്വൽ ടു 20, ദാറ്റ് ഈസ് 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 4 പ്ലസ് 4d ഈക്വൽ ടു 20, വിച്ച് ഇംപ്ലൈസ് 4d ഈക്വൽ ടു മൈനസ് 4 റൈറ്റിലേക്ക് പോകുമ്പോൾ 20 പ്ലസ് 4 എന്നാവും. ദാറ്റ് ഈസ് 4d ഈക്വൽ ടു 24, വിച്ച് ഇംപ്ലൈസ് d ഈക്വൽ ടു 24 ബൈ 4 6. അപ്പോൾ ഏതൊക്കെ വാല്യൂ കിട്ടി? എന്റെ വാല്യൂ മൈനസ് 2, ബി ഈക്വൽ ടു മൈനസ് 2, സി 2, ഡിന്റെ വാല്യൂ 6. ഇത്രയും വാല്യൂസ് കിട്ടി. ഇനി നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത്? ഈ കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചതിൽ. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഈക്വൽ ടു ഈ ഇക്വേഷനിൽ എ ബി സി ഡിന്റെ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? മൈനസ് 2s പ്ലസ് ബിന്റെ വാല്യൂ മൈനസ് 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് സി എസ് പ്ലസ് ഡി 2s പ്ലസ് 6 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്താൽ മൈനസ് 2s പ്ലസ് മൈനസ് 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4നെ മൈനസ് 2s ബൈ എസ് സ്ക്വയർ പ്ലസ് 4 മൈനസ് 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് ഇവിടെ നമുക്ക് നോക്കാം എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ആണ് ഡിനോമിനേറ്ററിൽ. ഇത് എസ് സ്ക്വയർ പ്ലസ് 4 ആകുമ്പോൾ നമുക്കറിയാം എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, അത് സൈനോ കോസോ വരുന്ന രീതിയിലാവും. പക്ഷേ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2നെ നമുക്ക് എങ്ങനെ മാറ്റി ചെയ്താൽ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 പ്ലസ് 1 എന്ന് എഴുതാം. എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. സോ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1, which is equal to minus 2s divided by s square plus 4 minus 2 divided by s square plus 4 plus ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നുണ്ട്. അതായത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഡിനോമിനേറ്ററിൽ എസ് പ്ലസ് 1 എന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിൽ എസ് ഉണ്ടെങ്കിൽ ആ എസിൻ്റെ കൂടെ എന്ത് വേണം? എസ് പ്ലസ് 1 എന്നുള്ള ടേം ആയിരിക്കണം വേണ്ടത്. പക്ഷെ ഇവിടെ ഉള്ളത് എസ് മാത്രമാണ്. സോ ഈ എസിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് എഴുതി? 2 ഇൻറ്റു എസ് പ്ലസ് 1 എന്ന് എഴുതി. നമുക്ക് ആക്ച്വലി മുകളിൽ വേണ്ടത് 2s പ്ലസ് 6 ആണ്. എസിന് പകരം 2 ഇൻറ്റു എസ് പ്ലസ് 1 എന്ന് എഴുതി എന്താ വരുന്നത്? 2s പ്ലസ് 2 എന്നാണ് കിട്ടുന്നത്. ഇവിടെ ഒരു 6 ഉണ്ട്. അപ്പോൾ 2 ഇവിടെ ഉണ്ട്. 2s പ്ലസ് 6 ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 2 ഇൻറ്റു എസ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2s പ്ലസ് 2. 2s പ്ലസ് 6 ആവാൻ പ്ലസ് 4 ചെയ്താൽ മതി. അപ്പോൾ ഈ 2s പ്ലസ് 6 എങ്ങനെ മാറ്റി എഴുതി? 2 ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1, which is equal to minus 2s by s square plus 4 minus 2 by s square plus 4 plus
ഇതിനെ ഷിഫ്റ്റ് ചെയ്ത് എഴുതി സ്പ്ലിറ്റ് ചെയ്ത് എഴുതി 2 into s plus 1 by s plus 1 whole square plus 1 plus 4 by s plus 1 whole square plus 1. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ് ഇതിൻ്റെ L ഇൻവേഴ്സ് ആണ്. 20 into 1 minus e raised to pi s ന്റെ L ഇൻവേഴ്സ് ആണ്. സോ നമ്മൾ ആദ്യം 20 by എന്നുള്ളതിൻ്റെ L ഇൻവേഴ്സ് കാണുന്നു. Hence L inverse of 20 by s square plus 4 into s square plus 2s plus 2 is equal to ഓരോ ടേമിൻ്റെയും എന്ത് ചെയ്യുക L ഇൻവേഴ്സ് കാണാം. ഇപ്പോൾ -2 ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ അതിന് വെളിയിലേക്ക് എടുക്കാം. -2 into L inverse of s by s square plus 4 -2 into L inverse of 1 by അല്ലെങ്കിൽ 2 by തന്നെ എഴുതാം. അപ്പോൾ സൈനിന് കിട്ടുമല്ലോ. 2 by s square plus 4 നമുക്ക് 2 square എന്ന് എഴുതാം. പ്ലസ് 2 കോൺസ്റ്റൻ്റ് പുറത്തേക്ക് എടുത്തു. L inverse of s plus 1 divided by s plus 1 whole square plus 1 plus 4 into L inverse of 1 by s plus 1 whole square plus 1 which is equal to എന്ത് വരും നോക്കാം. -2 into L inverse of s by s square plus 4. s by s മുകളിൽ s വന്നാൽ cos ആണ്. ഇവിടെ 4 എന്ന് പറഞ്ഞാൽ 2 square. അപ്പോൾ -2 into cos 2t minus L inverse of 2 by s square plus 2 square. a by s square plus a square എന്ന് പറഞ്ഞാൽ എന്താ sin 80 ആണ്. ഇവിടെ 2 ആയതുകൊണ്ട് minus sin 2t plus 2 into L inverse of s by s square plus 1 എന്ന് പറഞ്ഞാൽ cos t ആണ്. പക്ഷെ s ന് പകരം s plus 1. സോ ഷിഫ്റ്റിംഗ് ആണ്. 2 into ഷിഫ്റ്റിംഗ് ആണെങ്കിൽ e raised to minus t എന്ന് കൊടുക്കണം. e raised to a എന്നാണ് കൊടുക്കുക. എക്ക് പകരം ഇവിടെ ഉള്ളത് -1. s minus a എന്നാണ് ഷിഫ്റ്റിംഗിൽ പറയണത്. അപ്പോൾ s plus 1 എന്ന് പറഞ്ഞാൽ s minus -1 ആണ്. അപ്പോൾ 2 into e raised to a t ക്ക് പകരം ഇവിടെ e raised to minus t cos t എന്ന് എഴുതാം. പ്ലസ് ഇവിടെ അതുപോലെ തന്നെ 1 ആണ്. മുകളിൽ s ആണെങ്കിലാണ് ഇത് കോസ്. മുകളിൽ കോൺസ്റ്റന്റ് വരികയാണെങ്കിൽ അത് സൈൻ ആണ്. ഇവിടെ s plus 1 ഉള്ളത് ഇവിടെയും ഷിഫ്റ്റിംഗ് കൊടുക്കണം. പ്ലസ് 1 ആണ്. സോ e raised to minus t sin t. അപ്പോൾ എന്തിൻ്റെ വാല്യൂ കിട്ടി നമുക്ക്? L inverse of 20 by s square plus 4 into s square plus 2s plus 2 എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് 20 into 1 minus e raised to pi s divided by s square plus 4 into s square plus 2s plus 2 ആണ്. അപ്പോൾ ആ L inverse is equal to എന്ത് വരും? L inverse of ഇതിനെ 20 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ L inverse of 20 by s square plus 4 into s square plus 2s plus 2 minus L inverse of 20 into e raised to minus pi s by s square plus 4 into s square plus 2s plus 2 എന്ന് വരും. ഇതിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി L inverse of 20 into e raised to minus pi s കിട്ടാൻ എന്ത് ചെയ്താൽ മതി? L of f of t നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ e raised to a t into f of t എന്ന് പറയുന്നത് എന്താണ്? f of s minus a. അതായത് f of s-ൽ s എന്നുള്ളിടത്തൊക്കെ s minus a എന്നാക്കാം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ e raised to a t ആണെങ്കിൽ ഇവിടെ ഉള്ളത് ഇത് നമുക്കറിയാം. f of s-ൻ്റെ നമുക്കറിയാം. അതിൻ്റെ കൂടെ e raised to minus pi s എന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എക്ക് പകരമുള്ള എന്താ? മൈനസ് പൈ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ റിസൾട്ടിൽ 20 by s square plus 4 into s square plus 2s plus 2 എന്നുള്ളതിൽ s ഉള്ളിടത്തെല്ലാം എന്താക്കുക? s മീൻസ് ഇവിടെ നമുക്ക് t ആണ്. t മൈനസ് a ആണ്. അപ്പോൾ t ഉള്ളിടത്തെല്ലാം t മൈനസ് പൈ എന്നാക്കാം. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് ഫസ്റ്റ് ഈ ടേം ആണ്. ഇതേ മൈനസ് ഇതെന്നാണ്. അപ്പോൾ L inverse of 20 എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതുപോലെ തന്നെ എഴുതി. -2 cos 2t minus sin 2t പ്ലസ് ഇവിടെ 2 e raised to minus t cos t plus 4 e raised to minus t sin t എന്നാണ്. സോ രണ്ടിനും കൂടെ e raised to minus t പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 2 cos t plus 4 sin t എന്ന് കിട്ടും. മൈനസ് ഇനിയുള്ളത് ഒരു ബ്രാക്കറ്റിലിട്ടു. കാരണം എന്താണ്? L inverse of ഇത് ഏത് ഫോമിലാണ് എടുക്കുന്നത്? e raised to minus as into f of s എന്നാണ്. L inverse of e raised to minus as into f of s എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ആണ്. f of t minus a into u of t minus a. L inverse of e raised to minus as into f of s is equal to f of t minus a into u of t minus a. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്തിട്ട് എഴുതാൻ പോവാണ്. ഈ ടേം അതുപോലെ തന്നെ എഴുതാം അല്ലേ? 20 by square plus 4 ഉണ്ട്. ആ ടേം അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. -2 cos 2t minus sin 2t plus e raised to minus 2t into 2 cos t plus 4 sin t. ഇനി എഴുതാനുള്ളത് മൈനസ് L inverse of 20 e raised to minus pi s. അതായത് ഈ ഫോമിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ എഫ് ഓഫ് ടീനെ പകരം എഫ് ഓഫ് ടി മൈനസ് എ എഴുതണം. എന്നിട്ട് ആ ടേം കഴിഞ്ഞാൽ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എഴുതണം. ഇവിടെ എക്ക് പകരമുള്ള എന്താ? മൈനസ് പൈ. ഇനി എഫ് ഓഫ് ടി ആണ് ഈ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. എൽ ഇൻവേഴ്സിൻ്റെ മീൻസ് 20 by s square plus 4 into s square plus 2s plus 2. അതാണ് ഇവിടുത്തെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. ഈ എഫ് ഓഫ് എസിൻ്റെ എഫ് ഓഫ് ടി ആണ് എഴുതിയിട്ടുള്ളത്.
ഈ എഫ് ഓഫ് ടീനെ മാറ്റിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്തേണ്ടത്, എഫ് ഓഫ് ടി മൈനസ് എ എന്ന് എഴുതേണ്ടത്. എന്ന് വെച്ചാൽ ഈ ഇക്വേഷനിൽ ടി ഉള്ളിടത്തെല്ലാം ടി മൈനസ് എ എന്ന് കൊടുക്കണം. എക്ക് പകരം ഇവിടെ ഉള്ളത് പൈ. അപ്പോൾ ഈ ടി എന്നുള്ളിടത്തെല്ലാം എന്ത് ചെയ്യണം, ടി മൈനസ് പൈ എന്നാക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതി. ഇതിൻ്റെ ഇൻവേഴ്സ് മൈനസ് ഒരു ബ്രാക്കറ്റിനകത്ത് -2 ഇൻറ്റു കോസ് 2 ടിക്ക് പകരം ടി മൈനസ് പൈ മൈനസ് സൈൻ 2 ടി മൈനസ് പൈ പ്ലസ് 2 ഇ റേസ് ടു മൈനസ് ഓഫ് ടി മൈനസ് പൈ ഇൻറ്റു കോസ് ടി മൈനസ് പൈ പ്ലസ്, അതായത് ഈ ഇ റേസ് ടു നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ടി മൈനസ് പൈ ഇൻറ്റു 2 കോസ് ടി പ്ലസ് 4 സൈൻ ടി എഴുതി ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. ഇവിടെ ഇത് മാറ്റാനുണ്ട് കേട്ടോ, ടി മൈനസ് പൈ എന്നാക്കണം. ഇവിടെ ചേർത്തിട്ടില്ല, വിട്ടുപോയി. ടി മൈനസ് പൈ സൈൻ ടി മൈനസ് പൈ, സൈൻ ഓഫ് ടി മൈനസ് പൈ എന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ചേർത്താം. വീഡിയോ കണ്ടതിന് ശേഷം അതിനോടുള്ളത് മാറ്റി എഴുതാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 8 ആണ്, ശ്രദ്ധിച്ചിട്ട് മാറ്റുക കേട്ടോ. ഇവിടെ അത് എഴുതിയിട്ടുണ്ട്. -2 കോസ്, സോറി ഇതല്ല, ഇത് തന്നെയാണ്, മാറിപ്പോയി. ഇതിവിടെ എഴുതിയിട്ടുണ്ട്. പ്ലസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് 5 ഇൻറ്റു 2 കോസ് ടിക്ക് പകരം ടി മൈനസ് പൈ പ്ലസ് 4 സൈൻ ടിക്ക് പകരം ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. അതായത് ഇവിടെ മുതലുള്ള ടേം എല്ലാം എന്തിനുള്ളതാണ്, ഈ 20 ഇൻറ്റു ഇ റേസ് ടു മൈനസ് പൈ എസ് ബൈ എന്നുള്ള ഈ ടേമിനുള്ളതാണ്. അപ്പോൾ അത് നമ്മളവിടെ ചേർത്തി. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരും, -2 കോസ് 2t മൈനസ് സൈൻ 2t പ്ലസ്, ഇത് ഫസ്റ്റത്തെ ടേം അതുപോലെ തന്നെ എഴുതി. ഇവിടെ മാത്രം നമുക്കൊന്ന് മാറ്റി എഴുതണം. കാരണം -2 കോസ് 2t മൈനസ് പൈ എന്നുണ്ട്. കോസ് ഓഫ് 2t മൈനസ് പൈ, കോസ് ഓഫ് 2t മൈനസ് 2π എന്നാണ് വരിക. കോസ് ഓഫ് എക്സ് മൈനസ് 2π എന്ന് പറയുന്നത് കോസ് എക്സ് തന്നെ. അപ്പോൾ ഈ മൈനസും കൂടെ പ്ലസ്, ഇവിടെ മൈനസ് കൊടുത്തില്ല, ഈ മൈനസും കൂടെ പ്ലസ് 2 കോസ് 2t മൈനസ് 2π എന്ന് പറഞ്ഞാൽ കോസ് 2t തന്നെയാണ്. അപ്പോൾ പ്ലസ് 2 കോസ് 2t മൈനസ് സൈൻ 2t മൈനസ് പൈ, ഈ മൈനസും കൂടെ പ്ലസ് സൈൻ 2t മൈനസ് സൈൻ 2π എന്ന് പറഞ്ഞാൽ സൈൻ 2t തന്നെ. ഈ മൈനസും കൂടെ പ്ലസ് സൈൻ 2t എന്ന് എഴുതി. ഇനി പ്ലസ് ഇ റേസ് ടു മൈനസ് ടി പൈ. ഇപ്പോൾ ശരിക്കും ഇവിടെ പ്ലസും മൈനസും കൂടെ മൈനസ് ആണ് എഴുതേണ്ടത്. എന്തുകൊണ്ടാണ് പ്ലസ് എന്ന് കൊടുത്തതെന്ന് വെച്ചാൽ ഇ റേസ് ടു മൈനസ് ഓഫ് ടി മൈനസ് പൈ ഇൻറ്റു 2 കോസ് ടി മൈനസ് പൈ എന്നുണ്ട്. കോസ് ഓഫ് ടി മൈനസ് പൈ എന്ന് പറയുന്നത് മൈനസ് കോസ് ടി ആണ്. ഈ മൈനസും കൂടെയാണ് ഇവിടെ പ്ലസ് എന്ന് എഴുതിയത്. അതുപോലെ തന്നെ ഇവിടെ നോക്കുക, 2 കോസ് ടി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. കോസ് ഓഫ് ടി മൈനസ് പൈ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ടി ആണ്. അപ്പോൾ ഇത് ശരിക്കും എന്താ വരിക, -2 കോസ് ടി. ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണെങ്കിൽ ഇത് മൈനസ്, ഈ മൈനസും കൂടെ എന്താവും, പ്ലസ് എന്നാവും. അപ്പോൾ ഇവിടെ പ്ലസ് എന്ന് തന്നെ എഴുതി. ഇ റേസ് ടു മൈനസ് ഓഫ് ടി മൈനസ് പൈ ഇൻറ്റു 2 കോസ് ടി മൈനസ് പൈക്ക് പകരം കോസ് ടി എന്ന് എഴുതി. ഇവിടെ അതുപോലെ തന്നെ മൈനസ് സൈൻ ടി എന്നാണ് വരിക. ഈ മൈനസും കൂടെ എന്താവും, പ്ലസ് എന്നാവും. സോ പ്ലസ് 4 സൈൻ ടി യു ഓഫ് ടി മൈനസ് പൈ. ഇക്വേഷൻ നമ്പർ അടുത്തത് 7 വരെ കൊടുത്തു. അപ്പോൾ അടുത്തത് 8 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഏതിൻ്റെ എൽ ഇൻവേഴ്സ് കിട്ടിയിട്ടുണ്ട്, ഈ ഇക്വേഷൻ നമ്പർ 1 ഇതേ പ്ലസ് ഇത് എന്നാണ് നമ്മുടെ y ഓഫ് ടി. ഇപ്പോൾ ഈ ഫസ്റ്റ് ടേം ഇക്വേഷൻ നമ്പർ 1 ഫസ്റ്റ് ടേമിൻ്റെ എൽ ഇൻവേഴ്സ് കിട്ടി. ഇനി ഈ സെക്കൻഡ് ടേം എൽ ഇൻവേഴ്സ് ഓഫ് s മൈനസ് 3/s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് s മൈനസ് 3/s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എന്ന് പറഞ്ഞാൽ s പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 പ്ലസ് 1, അതിന് s പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ താഴെ s പ്ലസ് 1 ഉണ്ടെങ്കിൽ മുകളിൽ s ഉള്ളിടത്ത് എന്തായിരിക്കണം, s പ്ലസ് 1 എന്നുണ്ടാവണം. ഇവിടെ s മൈനസ് 3 എന്നാണ്. അപ്പോൾ എസിനെ s പ്ലസ് 1 ആക്കുമ്പോൾ ഈ s മൈനസ് 3നെ എങ്ങനെ മാറ്റി ചെയ്താൽ s പ്ലസ് 1 മൈനസ് 4 എന്ന് എഴുതാം. 3നെ 1 മൈനസ് 4, ഇവിടെ മൈനസ് 3 ഉള്ളത്, അപ്പോൾ 1 മൈനസ് 4 എന്ന് എഴുതി. അപ്പോൾ s മൈനസ് 3ക്ക് പകരം s പ്ലസ് 1 മൈനസ് 4 ഡിവൈഡഡ് ബൈ s പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതി. ഇത് സ്പ്ലിറ്റ് ചെയ്യുക. ഒരു ടേം s പ്ലസ് 1 ബൈ s പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് അടുത്തത് 4 ബൈ s പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതി. Therefore, L inverse of ഈ term s minus 3 divided by s square plus 2s plus 2 is equal to L inverse of s plus 1 divided by s plus 1 whole square plus 1 minus 4 into L inverse of 1 by s plus 1 whole square plus 1, which is equal to മോളിൽ s എന്ന് വരികയാണെങ്കിൽ അത് കോസ് ആണ്, എസിന് പകരം s plus 1 വരികയാണെങ്കിൽ ഷിഫ്റ്റിംഗ്. s plus 1 ആവുമ്പോൾ e raised to minus t into cos t minus 4 into മുകളിൽ 1 വരികയാണെന്നുണ്ടെങ്കിൽ അത് സൈൻ ആണ്, s plus 1 ഉള്ളത് കൊണ്ട് ഷിഫ്റ്റിംഗ് ആണ്. സോ 4 e raised to minus t, s plus 1 ആണ്, സോ മൈനസ് 1, 4 e raised to minus t sin t.
e raised to minus t രണ്ടിനകത്ത് കോമൺ ആണ്. സോ e raised to minus t into cos t minus 4 sin t എന്ന് എഴുതാം. ഇനി ഇക്വേഷൻ നമ്പർ 9. ഇനി ഈ 8ഉം 9ഉം എവിടെ കൊടുക്കണം നമുക്ക്? ഇക്വേഷൻ നമ്പർ 1ൽ. അതായത് ഇതിൻ്റെ ഈ ടേമിനെയാണ് നമ്മൾ എന്തെന്ന് കണ്ടുപിടിച്ച് ഇക്വേഷൻ നമ്പർ 8. L inverse of s minus 3 ആണ് ഇക്വേഷൻ നമ്പർ 9. അപ്പോൾ ഇക്വേഷൻ 1ൽ ഇക്വേഷൻ 8ഉം 9ഉം കൊടുത്താൽ എന്ത് വരും? y of t equal to ഈ രണ്ട് ടേമും കൂടെ ആഡ് ചെയ്ത് എഴുതാം. y of t equal to ഈ ടേം അതുപോലെ തന്നെ എഴുതി minus 2 cos 2t minus sin 2t plus e raised to minus 2 into 2 cos t plus 4 sin t plus 2 cos 2t plus sin 2t plus e raised to minus of t minus pi into 2 cos t plus 4 sin t into u of t minus pi plus equation number 9 e raised to minus t into cos t minus 4 sin t. ഇത് രണ്ടും കൂടെ നമുക്കിനി കമ്പൈൻ ചെയ്യണം. അതായത് രണ്ട് ടേമും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ 2t ഉണ്ട്, ഇതിലൊരു ഇവിടെ മൈനസ് സൈൻ 2t ഉണ്ട്, ഇതിൽ അടുത്ത് സൈൻ 2t സോറി അത് വേണ്ട, ഇതിൽ സൈൻ 2t അങ്ങനെ തന്നെ എഴുതണം. ഇവിടെ e raised to minus tൻ്റെ രണ്ട് ടേം വരുന്നുണ്ട്. 2 e raised to minus t cos tയും e raised to minus t cos tയും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് 3 e raised to minus t cos t എന്ന് എഴുതി. പിന്നെ e raised to minus tൻ്റെ ടേം ഇവിടെയുള്ള എന്താണ്? 4 e raised to minus t sin t. ഇവിടെയുള്ളത് minus 4 e raised to minus sin t ആണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ബാക്കിയുള്ളത് 3 e raised to minus t cos t minus 2 cos 2t minus sin 2t പ്ലസ് ബാക്കിയുള്ളത് ഇതിനകത്ത് വരുന്ന ടേമാണ്. അതിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ 2 cos 2t plus sin 2t plus e raised to minus of t minus pi into 2 cos t plus 4 sin t into u of t minus pi. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഇൻ്റർവൽ ആയിട്ടാണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ ഈ ടേമിനെ ഇൻ്റർവൽ ആക്കിയിട്ട് മാറ്റണം. ഇൻ്റർവൽ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്? 0 to പൈയും t greater than പൈയും ആണ്. 0 to പൈ എഴുതുമ്പോൾ ഈ u of t minus പൈൻ്റെ ടേം ഉണ്ടാവില്ല. അതായത് ഈ ടേം മാത്രം എഴുതുക. 3 e raised to minus t cos t minus 2 cos 2t minus sin 2t for 0 less than or equal to t less than pi. t greater than or equal to പൈക്ക് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക e raised to minus t ഈ u of t minus pi അപ്പോൾ എടുക്കണ്ട, പകരം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. അപ്പോൾ ഇവിടെ 3 e raised to minus t cos t ഉണ്ട്. ഇനി e raised to minus t cos t വരുന്നത് എവിടെയാണ്? ഇവിടെ ഈ ടേം e raised to minus t into e raised to pi into 2 cos t ആണിത്. e raised to minus t minus pi into 2 cos t plus e raised to minus t minus pi into 4 sin t ആണ്. ഇതെന്താണ്? 2 e raised to minus t into e raised to pi cos t plus 4 e raised to minus t into e raised to minus of minus pi e raised to pi sin t. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് എങ്ങനെ എഴുതാം? e raised to minus t കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 cos t ഉണ്ട്. അപ്പോൾ 3 പ്ലസ് വേറൊരു cos t വരുന്നത് ഇവിടെയാണ് 2 e raised to pi. അപ്പോൾ 3 പ്ലസ് 2 e raised to pi into cos t പ്ലസ് e raised to minus t പുറത്തുണ്ട്. ഇനി ഈ ടേം 4 e raised to pi sin t. ഇനി വേറെ ഒന്നുമില്ല അല്ലേ കമ്പൈൻ ചെയ്യാൻ. മൈനസ് 2 cos tയും പ്ലസ് 2 cos tയും ക്യാൻസൽ ആവും. മൈനസ് സൈൻ 2tയും പ്ലസ് സൈൻ 2tയും ക്യാൻസൽ ആവും. കാരണം ഇവിടെ നമ്മൾ u of t minus pi എന്നുള്ളത് എടുക്കണില്ല. അപ്പോൾ അത് ക്യാൻസലായി ബാക്കിയുള്ളത് e raised to minus t into 3 plus 2 e raised to pi into cos t plus 4 e raised to pi sin t for t greater than or equal to pi. അപ്പോൾ ഇത്രയും ചെയ്തത് നമ്മൾ ഒരു പ്രോബ്ലം ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇൻ്റർവൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എഴുതിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ കുറച്ച് പ്രോബ്ലം ലെങ്തി ആയിപ്പോൾ ചെയ്തതാണ്. പിന്നെ നമ്മൾ പഠിച്ച ഒരു ഫോമായിരുന്നു ലാപ്ലേസിൽ ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ അത് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള പ്രോബ്ലമാണ്. അത് നോക്കാം. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ടി മൈനസ് 1. ഡെൽറ്റ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. y of 0 0 y dash of 0 0 where delta is the unit impulse function. ഡെൽറ്റനെ പറയുന്ന പേരാണ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ എന്നുള്ളത്. നമുക്ക് സോൾവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോൾവ് എന്ന് പറഞ്ഞാൽ y of t ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മളിങ്ങനെ ഡെൽറ്റ എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ്റെ അപ്ലിക്കേഷൻ ആയിരിക്കും. അതല്ലാണ്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പഠിച്ച സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഏത് മെത്തേഡ് വേണമെങ്കിലും മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻറ്റോ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററോ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഡെൽറ്റ ആണെങ്കിൽ നമ്മൾ ഡെൽറ്റ വരുന്നത് ഏതിൽ മാത്രമേ ഉള്ളൂ? ലാപ്ലേസിലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ലാപ്ലേസിൻ്റെ ഫോം തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക? തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ രണ്ട് സൈഡും എൽ എന്നുള്ള ഓപ്പറേറ്റർ കൊടുക്കുക. അതായത് എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് 3 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് 1. ഇറ്റ് ഇംപ്ലൈസ് എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ്
എസ് ഇൻറ്റു വൈ ഓഫ് സീറോ മൈനസ് വൈ ഡാഷ് ഓഫ് സീറോ, അതാണ് എൽ ഓഫ് വൈ ഡബിൾ ഡാഷ്, പ്ലസ് 3 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബ്രാക്കറ്റിൽ എഴുതുക. എൽ ഓഫ് വൈ ഡാഷിൻ്റെ വാല്യൂ എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ ഓഫ് സീറോ പ്ലസ് 2 എൽ ഓഫ് വൈ ഈക്വൽ ടു എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് 1. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ നമ്മൾ ഡെൽറ്റ ഓഫ് ടി മൈനസ് എ എന്നാണ് ഡിനോട്ട് ചെയ്യുക. എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് എന്നാണ് റിസൾട്ട്. അപ്പോൾ എക്ക് പകരം ഇവിടെ ഉള്ളത് 1 ആണ്. സോ എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് 1 ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ്. therefore എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ വൈ ഓഫ് എസ് ആണ്, മൈനസ് എസ് ഇൻറ്റു വൈ ഓഫ് സീറോ, വൈ ഓഫ് സീറോൻ്റെ വാല്യൂ 0, അപ്പോൾ ഇത് 0 ആയിപ്പോയി. വൈ ഡാഷ് ഓഫ് സീറോയും 0 ആണ്, അപ്പോൾ രണ്ട് ടേമും 0, പ്ലസ് 3 ഇൻറ്റു എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ ഓഫ് സീറോ, വൈ ഓഫ് സീറോ 0, എൽ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ വൈ ഓഫ് എസ്, അപ്പോൾ 3s വൈ ഓഫ് എസ് പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ, എൽ ഓഫ് വൈ വൈ ഓഫ് എസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ്. വൈ ഓഫ് എസ് 3 ടേമിലുണ്ട്, അപ്പോൾ അത് കോമൺ ആയിട്ട് എടുത്തു. വൈ ഓഫ് എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ്. നമുക്ക് വേണ്ടത് വൈ ഓഫ് എസ് ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷനിലെല്ലാം ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ രണ്ട് സൈഡും എൽ എന്ന് കൊടുക്കുക, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് വൈ ഓഫ് എസ് അല്ലെങ്കിൽ എൽ ഓഫ് വൈ ഓഫ് ടി കിട്ടും. ഇനി ആ കിട്ടിയതിൽ നിന്ന് ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. വൈ ഓഫ് എസ് കിട്ടിയാൽ എൽ ഇൻവേഴ്സ് ഓഫ് വൈ ഓഫ് എസ് എടുക്കുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ ഓഫ് ടി കിട്ടും. അങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മൊത്തം നമ്മൾ സോൾവ് ചെയ്യുന്നത്. വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 എന്ന് കിട്ടി. എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 നമുക്ക് എങ്ങനെ മാറ്റി ചെയ്താൽ, രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം അതേ നമ്പർ ആഡ് ചെയ്യുമ്പോൾ 3ഉം വരണം. നമ്പർ 1 ഉം 2 ആണ്, അപ്പോൾ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് എഴുതാം. അപ്പോൾ വൈ ഓഫ് എസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. പക്ഷേ നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എഫ് ഓഫ് എസ് 1 ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 എന്നാണ് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ എഫ് ഓഫ് എസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? എഫ് ഇൻവേഴ്സ് എൽ ഇൻവേഴ്സ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. നമ്മൾ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 കാണുമ്പോൾ എന്ത് ചെയ്യും? ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ കാണും. അപ്പോൾ അത് ആദ്യം തന്നെ കണ്ടു. 1 ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2ൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെ എഴുതുക? രണ്ട് ലീനിയർ ഫാക്ടറാണ്. സോ എ ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ബൈ എസ് പ്ലസ് 2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻ്റെയും ബിൻ്റെയും വാല്യൂ ആണ്. സോ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി എൻ്റെയും ബിൻ്റെയും വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഈക്വൽ ടു ഇവിടെ എ ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് 1. ഇനി നമ്മൾ എസ്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. എസ് ഈക്വൽ ടു -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം ക്യാൻസൽ ആവും. അപ്പോൾ എൻ്റെ വാല്യൂ മാത്രം കിട്ടും. അതുപോലെ എസ്സിന് -2 എന്ന് കൊടുത്താൽ ഈ ടേം ക്യാൻസൽ ആവും, ബീൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ആദ്യം എസ്സിന് -1 എന്ന് കൊടുത്തു. അപ്പോൾ 1 ഈക്വൽ ടു എ ഇൻറ്റു -1 പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു -1 പ്ലസ് 1. ഇത് 0 ആയി. -1 പ്ലസ് 2ൻ്റെ വാല്യൂ 1. അപ്പോൾ എ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ബി കിട്ടാൻ എന്ത് ചെയ്യുക? എസ്സിന് -2 എന്ന് കൊടുക്കുക. എസ് ഈക്വൽ ടു -2 കൊടുത്താൽ 1 ഈക്വൽ ടു ബി ഇൻറ്റു -2 പ്ലസ് 1. -2 പ്ലസ് 1 മൈനസ് ബി ആണ്. അപ്പോൾ മൈനസ് ബി ഈക്വൽ ടു 1, വിച്ച് ഇംപ്ലൈസ് ബി ഈക്വൽ ടു -1. അത് ഇക്വേഷനിൽ കൊടുത്താൽ എന്ത് വരും? 1 ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 1 ബൈ എസ് പ്ലസ് 1. ബിൻ്റെ വാല്യൂ -1 ആണ്. സോ 1 ബൈ എസ് പ്ലസ് 1 മൈനസ് 1 ബൈ എസ് പ്ലസ് 2 എന്ന് എഴുതാം. ഇനി എൽ ഇൻവേഴ്സ് ഓഫ് വൈ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് ഈ ടേം ആണ്. അപ്പോൾ വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ മാറ്റി ചെയ്താൽ, ഇ റേസ് ടു മൈനസ് എസ് ഡിവൈഡഡ് ബൈ എന്നുള്ളതിന് ഈ ടേമിനകത്താണ് 1 ബൈ എസ് പ്ലസ് 1 മൈനസ് 1 ബൈ എസ് പ്ലസ് 2 ആണ്. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു 1 ബൈ എസ് പ്ലസ് 1 മൈനസ് 1 ബൈ എസ് പ്ലസ് 2 എന്ന് എഴുതാം. ഹെൻസ് വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് വൈ ഓഫ് എസ് ആണ്. ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ്. കാരണം ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്നുള്ള ഫോം നമുക്കറിയാം. ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. ഇവിടെ ഇ റേസ് ടു മൈനസ് എന്നുള്ള ഫോം വന്നുകൊണ്ടാണ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസിൻ്റെ എൽ ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസ് വരുമ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 1 മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 2. എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആണെങ്കിൽ എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ആദ്യം എഫ് ഓഫ് എസിൻ്റെ ലാപ്ലേസ് കാണുക,
അതിപ്പോൾ നമുക്ക് എഫ് ഓഫ് ടി എന്ന് കിട്ടും. എൽ ഇൻവേഴ്സ് കാണാം, അപ്പോൾ എഫ് ഓഫ് ടി കിട്ടും. എന്നിട്ട് ആ കിട്ടിയതിൽ ഇവിടെ ഷിഫ്റ്റിംഗ് എന്താ പറയുന്നത്, ഇ റേസ് ടു മൈനസ് എ എസ് എന്നാണ്. അപ്പോൾ ആ എൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുക, എഫ് ഓഫ് ടി മൈനസ് എ എന്നാക്കുക. ടി ഉള്ളിടത്തെല്ലാം ടി മൈനസ് എ എന്നാക്കുക. ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ കൂടെ എഴുതണം. ഇവിടെ നമുക്കറിയാം ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ഇവിടെ 1/s + 1 ആണ്. 1/s മൈനസ് എന്റെ 1/s മൈനസ് എ ആണ് എഫ് ഓഫ് എസ് എങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് 1/s മൈനസ് എൻ്റെ എൽ ഇൻവേഴ്സ് എന്താ, ഇ റേസ് ടു എ ടി ആണ്. അപ്പോൾ ഇവിടെ ഇ റേസ് ടു എ ടിക്ക് പകരം ഇവിടെ എസ് പ്ലസ് 1 എന്നാണ് കൊടുത്തത്. ദാറ്റ് ഈസ് എസ് മൈനസ് മൈനസ് 1 ഇ റേസ് ടു മൈനസ് ടി. പക്ഷെ ഇവിടെ എന്താണ്, ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്നാണ്. അപ്പോൾ എഫ് ഓഫ് ടിക്ക് പകരം ടി മൈനസ് എ എന്ന് കൊടുക്കണം. ഇവിടുത്തെ എ എന്ന് പറയുന്നത് -1. അപ്പോൾ മൈനസ് ഓഫ് ടി മൈനസ് 1 എന്ന് എഴുതി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ടി മൈനസ് എൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്. സോ യു ഓഫ് ടി മൈനസ് 1 മൈനസ് ഇവിടെ അതുപോലെ തന്നെ എഫ് ഓഫ് എസ് 1/s + 2 ആണ്. 1/s + 2ൻ്റെ എൽ ഇൻവേഴ്സ് ഇ റേസ് ടു 2t, ഇ റേസ് ടു മൈനസ് 2t. പക്ഷെ ഇവിടെ ഷിഫ്റ്റിംഗ് കൊടുക്കണം, കാരണം ഇ റേസ് ടു മൈനസ് എസ് എന്നുണ്ട്, സെക്കൻഡ് ഷിഫ്റ്റിംഗ് 0 ആണ്. അപ്പോൾ എഫ് ഓഫ് ടിക്ക് പകരം ടി മൈനസ് എ എന്ന് വേണം കൊടുക്കാൻ. അപ്പോൾ ഇ റേസ് ടു മൈനസ് 2tക്ക് പകരം ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. 2 അല്ല, അത് 1 ആണ്. ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഇത് നമുക്ക് ഇൻ്റർവൽ ആക്കിയിട്ട് അങ്ങനെ മാറ്റി ചെയ്താൽ യു ഓഫ് ടി മൈനസ് 1ൻ്റെ വാല്യൂ എന്താണ്, ടി ലെസ് ദാൻ 1ന് യു ഓഫ് ടി മൈനസ് 1 0, ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ന് 1 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 0 ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 1 ആൻഡ് ഇതിൻ്റെ വാല്യൂ 1 ആവും ഇപ്പോൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ന്. സോ ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി മൈനസ് 1 കിട്ടി. അടുത്തൊരു റിമാർക്കാണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡയറക്റ്റ് ആയിട്ട് തരുന്ന ഫോമായിരുന്നു നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫിസിക്സ്, ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് ബീം, സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ വരുന്നത് ബീം പ്രോബ്ലം, അതുപോലെ തന്നെ സർക്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇലക്ട്രോണിക്സിൽ. അപ്പോൾ അതിൻ്റെ ഒരു സർക്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ് റിമാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഇൻ എ സിംഗിൾ ലൂപ്പ് ഓർ സീരീസ് സർക്യൂട്ട്, Kirchhoff's second law states that the sum of the voltage drops across an inductor, resistor and capacitor is equal to the impressed voltage E of t. അപ്പോൾ Kirchhoff's second law പറയുന്നത് എന്താണ്, സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്സ് അക്രോസ് ആൻ ഇൻഡക്ടർ, റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ. ഇൻഡക്ടറിൻ്റെയും റെസിസ്റ്ററിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും ടോട്ടൽ സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്സ് എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആയിരിക്കും, ഇംപ്രസ്ഡ് വോൾട്ടേജിനോട് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഇ ഓഫ് ടിക്ക് ഈക്വൽ ആയിരിക്കും എന്നാണ് കിർച്ചോഫ് സെക്കൻഡ് ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഓരോന്ന് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാണ്, ഇൻഡക്ടർ, റെസിസ്റ്റർ, അതുപോലെ കപ്പാസിറ്ററിന്. Now it is known that the voltage drops across an inductor, resistor and capacitor are respectively. ഇവിടെ കൊടുത്തിട്ടുണ്ട് വോൾട്ടേജ് ഡ്രോപ്സ് അക്രോസ് ഇൻഡക്ടറിന് നമ്മൾ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് ഡ്രോപ്സിന് ആർ ഇൻറ്റു ഐ ഓഫ് ടി, അതേപോലെ കപ്പാസിറ്ററിൻ്റെ 1/c ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ടി ഐ ഓഫ് ടോ ഡി ടോ. ഇതാണ് ഓരോന്നിൻ്റെയും വോൾട്ടേജ് ഡ്രോപ്സ് എന്ന് പറയുന്നത്. ഇനി ഐ ഓഫ് ടി എന്ന് കൊണ്ട് ഇവിടെ ഐ ഓഫ് ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഐ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻ്റാണ്. എൽ ആർ സി എന്ന് പറയുന്നത് കോൺസ്റ്റൻസ്. നമ്മൾ ഇൻഡക്ടറിൽ എൽ വെച്ചിട്ടും റെസിസ്റ്ററിൽ ആറ്, കപ്പാസിറ്ററിന് സി. ഇതാണ് കോൺസ്റ്റൻസ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഫോളോസ് ദാറ്റ് ദ കറണ്ട് ഇൻ ആൻ എൽ ആർ സി സർക്യൂട്ട് ഈസ് ഗവേൺഡ് ബൈ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗിവൺ ബിലോ നോൺ ആസ് ഇൻ്റഗ്രോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ ഈ കിർച്ചോഫ് ലോ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എൽ ആർ സി സീരീസ്, അതായത് ഇൻഡക്ടർ, റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ, അതാണ് നമ്മൾ ചേർത്തിട്ട് എൽ ആർ സി സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതിനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറയുന്ന പേരാണ് ഇൻ്റഗ്രോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എൽ ആർ സി സീരീസ് സർക്യൂട്ടിൽ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഇൻ്റഗ്രോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൻ്റെ ഫോം നമ്മൾ എന്താ പറഞ്ഞത്, സം ഓഫ് ദ വോൾട്ടേജ് ഡ്രോപ്സ് അക്രോസ് ഇൻഡക്ടർ, റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു ഇംപ്രസ്ഡ് വോൾട്ടേജ് ഇ ഓഫ് ടി. ഇപ്പോൾ ഓരോന്നിൻ്റെയും വോൾട്ടേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഇത് ഇൻഡക്ടറിൻ്റെ, റെസിസ്റ്റൻസിൻ്റെ, കപ്പാസിറ്ററിൻ്റെ, ഇതിൻ്റെയും മൂന്നെണ്ണത്തിൻ്റെയും കൂടെ സമ്മാണ് ഇ ഓഫ് ടിക്ക് ഈക്വൽ. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് വരും, എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് ആർ ഇൻറ്റു ഐ ഓഫ് ടി പ്ലസ് 1/c ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ടി ഐ ഓഫ് ടോ ഡി ടോ ഈക്വൽ ടു ഇ ഓഫ് ടി.
ഇതാണ് നമ്മുടെ ഇൻ്റഗ്രോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ പ്രോബ്ലത്തിൽ LRC സർക്യൂട്ടിൽ നിന്ന് മാത്രമേ തരുള്ളൂ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മളാണ് എഴുതേണ്ടത്. അപ്പോൾ LRC സീരീസിൻ്റെ പ്രോബ്ലം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നോക്കാം. Determine the current I of t in a single loop LRC circuit when L is equal to 0.1 Henry, R is equal to 2 ohm, C equal to 0.1 farad, I of 0 equal to 0 and the impressed voltage is E of t is equal to 120 t minus 120 t into U of t minus 1. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? I of t കറൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റ്? LRC സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ LRC കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അതായത് L എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇൻഡക്ടറിൽ യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ് L. ഇൻഡക്ടറിൽ നമ്മൾ യൂണിറ്റ് ഇൻഡക്റ്റൻസിൻ്റെ ഹെൻറി എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ L is equal to 0.1 H എന്ന് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ 2 ഓം. സി കപ്പാസിറ്ററിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്. അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.1. ഇനി I of 0 equal to 0, അതായത് ടൈം 0 ആകുമ്പോൾ കറണ്ട് t equal to 0ൽ കറണ്ട് 0 ആണ് തന്നിട്ടുണ്ട്. ഇംപ്രസ്ഡ് വോൾട്ടേജ് E of t തന്നിട്ടുണ്ട് 120 t minus 120 t into U of t minus 1. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാനാണ് ഫോർമുല. കറണ്ട് നമ്മൾ Y of t ആണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ dy/dt അല്ലെങ്കിൽ y" എന്ന ഫോമിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമുക്ക് തരിക. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിയാവുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? LRC സർക്യൂട്ടിൻ്റെ L into di/dt. dy/dt ആണെങ്കിൽ y ആണ് കണ്ടുപിടിക്കുക. di/dt ആകുമ്പോൾ നമ്മൾ കാണുന്നത് I ആണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ്റഗ്രോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇപ്പോൾ LRC സർക്യൂട്ടും തരുമ്പോൾ ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം ആദ്യം എഴുതി. L into di/dt plus R into I of t plus 1/c into integral 0 to t I of tau into d tau equal to E of t. അതിൽ ഓരോ കോൺസ്റ്റൻ്റ് തന്നിട്ടുണ്ട്. എല്ലിൻ്റെ വാല്യൂ 0.1 H, R 2 ohm, C 0.1 F, E of t തന്നിട്ടുണ്ട് 120 t minus 120 t into U of t minus 1. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വാല്യൂസ് നമുക്ക് കൊടുക്കാം, കാരണം അതെല്ലാം ക്വസ്റ്റ്യൻ്റെ തന്നിട്ടുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി ഇതിൽ എല്ലും ആറും സിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 0. L into di/dt, അതായത് 0.1 into di/dt പ്ലസ് R into I of t. ആറിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 2 into I of t പ്ലസ് 1/c into integral 0 to t I of tau d tau എന്നാണ്. സിൻ്റെ വാല്യൂ തന്നത് 0.1. അപ്പോൾ 1/c എന്ന് പറയുമ്പോൾ 1/0.1 which is equal to 10. അപ്പോൾ 10 into integral 0 to t I of tau d tau is equal to E of t എന്നാണ്. E of tൻ്റെ വാല്യൂ ആണ് 120 t minus 120 t into U of t minus 1. അപ്പോൾ നമുക്കറിയാവുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമാറ്റിലായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? അതിന് രണ്ട് സൈഡും ലാപ്ലേസ് ഓപ്പറേറ്റർ എടുക്കുക. അപ്പോൾ രണ്ട് സൈഡും ലാപ്ലേസ് എടുത്തു കഴിഞ്ഞാൽ 0.1 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 0.1 into L of di/dt പ്ലസ് 2 കോൺസ്റ്റൻറ്റ്. അപ്പോൾ 2 into L of I of t plus 10 constant L of integral 0 to t I of tau d tau equal to L of 120 t minus 120 t into U of t minus 1 എന്നാണ്. 120 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കിതിനെ 120 പുറത്തേക്ക് എടുത്തിട്ട് 120 into L of t minus 120 into L of t into U of t minus 1 എന്ന് എഴുതാം. which is equal to 0.1 into L of di/dt. ഇത് L of dy/dt എന്നുള്ള ഫോമാണ്. അപ്പോൾ L of dy/dt is equal to S into L of y of t minus y of 0 ആണ്. ഇവിടെ y ക്ക് പകരം I. അപ്പോൾ 0.1 into S into L of I of t minus I of 0 plus 2 into L of I of t plus 10 into ഇത് integral 0 to t I of tau d tau എന്നാണ്. Z അല്ലാതെ tau ആണ്. അപ്പോൾ I of tau d tau ഈ ഫോമിൽ കിടക്കുന്നത് നമ്മൾ കൺവല്യൂഷൻ പഠിച്ചിട്ടുണ്ട്. integral 0 to t f of t minus u f of t into g of t minus u du is equal to എന്താണ്? f star g എന്നാണ്. അപ്പോൾ ഇവിടെ എഫിനും ജിക്കും പകരം എന്താ എടുക്കണം? I of tau എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എടുക്കാം? I of t star 1 എന്ന് എഴുതാം. അതിനെ I of t star 1 എന്ന് പറഞ്ഞാൽ integral 0 to t I of t into g of t minus u 1 du I of t into 1 du പിന്നെ I of t star 1 എന്ന് എഴുതി equal to 120 into L of t minus 120 into L of t into U of t minus 1. Second shifting theorem. L of
ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണെങ്കിൽ ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് എഴുതാം. ഇ റേസ് എൽ ഓഫ് ടി ഇൻറ്റു അല്ലെങ്കിൽ എൽ ഓഫ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞു? ആൾട്ടർനേറ്റീവ് ഫോമാണ്. അതായത് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി പ്ലസ് എ എന്ന് എഴുതുന്നു പറഞ്ഞു. അപ്പോൾ ഇതിന് ആ ഫോമിൽ എഴുതിയാൽ 120 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എസ്, എക്ക് പകരം 1 ആണ്. സോ ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി പ്ലസ് 1. ജി ഓഫ് ടി എന്ന് പറയുന്നത് ഇവിടെ ടി ആണ്. അപ്പോൾ ടി പ്ലസ് എ എന്ന് പറയുമ്പോൾ എൽ ഓഫ് ടി പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി എൽ ഓഫ് ഐ ഓഫ് ടി കോമൺ ആയിട്ട് വരുന്ന ടേംസ് ഒക്കെ ഉണ്ട്, അതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ അപ്പോൾ 0.1 എസ് ഇൻറ്റു എൽ ഓഫ് ഐ ഓഫ് ടി, ഐ ഓഫ് സീറോൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 0.1 എസ് എൽ ഓഫ് ഐ ഓഫ് ടി പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് ഐ ഓഫ് ടി ഉണ്ട്. ഇതിൽ നിന്ന് എൽ ഓഫ് ഐ ഓഫ് ടി കോമൺ ആയിട്ട് എടുത്താൽ 0.1 എസ് പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് ഐ ഓഫ് ടി പ്ലസ് 10 ഇൻറ്റു എൽ ഓഫ് ഐ ഓഫ് ടി സ്റ്റാർ 1. എൽ ഓഫ് എഫ് സ്റ്റാർ ജി എന്ന് പറഞ്ഞാൽ എൽ ഓഫ് എഫ് ഇൻറ്റു എൽ ഓഫ് ജി ആണ്. അപ്പോൾ 10 ഇൻറ്റു എൽ ഓഫ് ഐ ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് 1 ഈക്വൽ ടു 120 ഇൻറ്റു എൽ ഓഫ് ടി. എൽ ഓഫ് ടീൻ്റെ വാല്യൂ 1/s² minus 120 e raised to minus s into L of t plus 1. L of t plus 1 എന്ന് പറഞ്ഞാൽ L of t plus L of 1. That is L of t ന്റെ വാല്യൂ 1/s² plus L of 1 1/s, which is equal to 0.1 s plus 2 into L of I of t plus 10 into L of I of t into L of 1. L of I of t നമ്മൾ ക്യാപിറ്റൽ I of s, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതാം. L of 1ന്റെ വാല്യൂ 1/s ആണ്. അപ്പോൾ 10 into 1/s 10/s L of I of t equal to നോക്കുക 120/s² minus 120 e raised to minus s/s² minus 120 e raised to minus s/s എന്നാണ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് 120/s പുറത്തേക്ക് എടുക്കാം. 120/s എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇവിടെ 1/s മൈനസ് e raised to minus s/s മൈനസ് മൈനസും പ്ലസും കൂടെ മൈനസ് e raised to minus s എന്ന് മാത്രം. 120/s പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബാക്കിയുള്ളത് e raised to minus s. ഇനി 0.1 s plus 2 into L of I of t, ഇവിടെ ഒരു 10/s L of I of t ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം, കാരണം L of I of t രണ്ടിലും കോമൺ ആണ്. അപ്പോൾ 0.1 s plus 2 plus 10/s into L of I of t equal to ബാക്കിയുള്ളത് 120/s into 1/s minus e raised to minus s/s minus e raised to minus s. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എസ് എന്നുള്ളത് എൽ സി എം ആയിട്ട് കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ 0.1 s ഇൻറ്റു എസ് s² പ്ലസ് 2s പ്ലസ് 10 ഹോൾ ഡിവൈഡഡ് ബൈ എസ്. എൽ സി എം എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.1 s പ്ലസ് 2s പ്ലസ് 10, ഇവിടെ എസ് ഉള്ള ടേം ആണ്, സോ ഇതിന് മാത്രം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഇത് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഹോൾ ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ഐ ഓഫ് ടി ഈക്വൽ ടു ഇത് അതുപോലെ തന്നെ എഴുതി. 120/s into 1/s minus e raised to minus s/s minus e raised to minus s. നമുക്ക് വേണ്ടത് I of t, അല്ലെങ്കിൽ I of t ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് L of I of t ആദ്യം കിട്ടും, എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ഇൻവേഴ്സ് ആണ് എടുക്കുക. ഇതിൽ നിന്ന് L of I of t ഈക്വൽ ടു എന്ത് വരും? ഇതിന് അങ്ങോട്ട് കൊണ്ടുപോവുക. 0.1s² plus 2s plus 10/s എന്നാണ്. ഡിവൈഡഡ് ബൈ എസ് അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു എസ് എന്നാവും. ഈ ഇൻറ്റു എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും. which is equal to 120/s into 1/s minus e raised to minus s minus e raised to minus s into ഇത് അങ്ങോട്ട് പോകുമ്പോൾ s ഡിവൈഡഡ് ബൈ 0.1s² plus 2s plus 10. ഈ എസും എസും ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ളത് മുകളിൽ 120 into 1/s minus e raised to minus s/s minus e raised to minus s whole divided by 0.1s² plus 2s plus 10. ഡിനോമിനേറ്ററിൽ എന്താണ്? ഒരു 0.1 ഡെസിമലാണ് കിടക്കുന്നത്. ഡെസിമൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും നമ്മൾ എന്ത് ചെയ്യുക? 10 എന്നുള്ള നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. 0.1 എന്ന് പറഞ്ഞാൽ 1/10 ആണ്. സോ ഇൻറ്റു 10 ചെയ്താൽ എന്താവും? 1 എന്നാവും. ഇപ്പോൾ ഡെസിമൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ആൻസർ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് എന്ന് പറയുമ്പോൾ നമുക്കിതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെയാണ്. അപ്പോൾ അത് ആ ഫോമിലേക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? a+b² അങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഡെസിമൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് താഴെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു 10 എന്ന് 0.1 ആയതുകൊണ്ടാണ് നമ്മൾ 10 എന്ന് കൊടുക്കുന്നത്. പക്ഷെ താഴെ മാത്രം കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ന്യൂമറേറ്ററിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 120 ഇൻറ്റു 10 1200 ഇൻറ്റു 1/s മൈനസ് e raised to minus s/s minus e raised to minus s ഹോൾ ഡിവൈഡഡ് ബൈ 0.1s² ഇൻറ്റു 10 s² പ്ലസ് 2 ഇൻറ്റു 10 20s പ്ലസ് 10 ഇൻറ്റു 10 100 എന്ന് കിട്ടി.
അപ്പോൾ L of I of t നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ I of S എന്ന് വിളിക്കാം. കാരണം L of Y of t എന്ന് പറയുന്നത് ക്യാപിറ്റൽ Y ആണ്. L of small I of t equal to capital I of S equal to 1200 into 1 by S minus e raised to minus S by S minus e raised to minus S whole divided by S square plus 20S plus 100 നെ S plus 10 whole square എന്ന് എഴുതാം. A plus B whole square വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ ഈ ഫോം കിട്ടും. അപ്പോൾ I of S is equal to 1200 into ഇത് ഡിവൈഡഡ് ബൈ S plus 10 whole square എന്നാണ്. അതായത് 1200 into 1 by S into S plus ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്തൂടെ 1 by S whole divided by S plus 10 whole square minus e raised to minus S by S divided by S plus 10 whole square minus e raised to minus S by S plus 10 whole square എന്നാണ്. ഇതിലെങ്ങനെ ചെയ്താൽ 1200 into 1 by S into S plus 10 whole square minus e raised to minus S by S into S plus 10 whole square minus e raised to minus S by S plus 10 whole square. അപ്പോൾ ഇത് നമുക്കറിയാവുന്ന ഫോമാണ്. e raised to minus AS into F of S എന്നുള്ള ഫോമാണ് എടുക്കുന്നത്. പക്ഷേ ഇത് രണ്ടെണ്ണത്തിലോ S into S plus 10 whole square എന്നാണ്. അതായത് S into F of S എന്നുള്ള ഫോമാണ്. രണ്ട് ടേം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യണം. സോ അപ്പോൾ അത് ആദ്യം തന്നെ എടുക്കാം. 1 by S into S plus 10 whole squareന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതാം. അപ്പോൾ 1 by S into S plus 10 whole square is equal to S ലീനിയർ ആണ്. സോ A by S plus S plus 10 whole square. ലീനിയറിന് റിപ്പീറ്റഡ് വന്നു. S plus 10 into S plus 10 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? B by S plus 10 plus C by S plus 10 whole square. അതായത് S plus A whole square എന്ന് വന്നു കഴിഞ്ഞാൽ A by S plus A plus B by S plus A whole square എന്നാണ് ഇത്. അപ്പോൾ S plus 10 whole square ആയതുകൊണ്ട് ഒരു ടേം B by S plus 10 ഉം അടുത്തത് C by S plus 10 whole square. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറയുക, ഈ ലെഫ്റ്റ് സൈഡിലെ ഡിനോമിനേറ്റർ കൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇവിടെ ലെഫ്റ്റിൽ 1 മാത്രം. 1 ഈക്വൽ ടു A by S into S plus 10 whole square. അപ്പോൾ എസും എസും ക്യാൻസൽ ആവും. അപ്പോൾ A into S plus 10 whole square പ്ലസ് ഈ ടേമിൻ്റെ കൂടെ S into S plus 10 whole square മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു S plus 10 ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് S into S plus 10. അതായത് BS into S plus 10 പ്ലസ് C by S plus 10 whole squareൻ്റെ കൂടെ S into S plus 10 whole square മൾട്ടിപ്ലൈ ചെയ്താൽ S plus 10 whole square ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് CS. ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് A B Cൻ്റെ വാല്യൂസ് കിട്ടാൻ എന്ത് ചെയ്യണം? എസിന് വാല്യൂസ് കൊടുക്കുക, അല്ലെങ്കിൽ കോഎഫിഷ്യൻസി ഇക്വേറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ S plus 10 രണ്ട് ടേമിൽ വരുന്നുണ്ട്. സോ എസിന് -10 എന്ന് കൊടുത്താൽ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അതുപോലെ തന്നെ എസ് വരുന്ന ടേം രണ്ടെണ്ണം ഉണ്ട്. എസിന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ട് ടേമും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തു S ഈക്വൽ ടു 0 എന്ന്. S is equal to 0 എന്ന് കൊടുത്താൽ ഈ ടേം 0, ഇവിടെ 0, ലെഫ്റ്റിൽ S ഇല്ല. സോ 1 ഈക്വൽ ടു A into 0 plus 10 whole square. 10ന്റെ സ്ക്വയർ 100. അപ്പോൾ 1 ഈക്വൽ ടു 100 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് A ഈക്വൽ ടു 1 by 100. ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ കിട്ടി. B കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇത് രണ്ടിനെയും B കിട്ടില്ല, C കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക്? ഇനി S is equal to -10 എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. Put S is equal to -10. So 1 equal to ഇത് ക്യാൻസലായി, ഇവിടെയും ഇതും ക്യാൻസലായി. അപ്പോൾ 1 equal to -10 into A. It implies A equal to C equal to -10 into C എന്നാണ്. So C equal to -1 by 10. ഇനി നമുക്ക് വേണ്ടത് Aയും കിട്ടി Cയും കിട്ടി. ഇനി കണ്ടുപിടിക്കാനുള്ളത് B ആണ്. Bയിൽ ഏതൊക്കെ വരുന്നുണ്ട്? S into S സ്ക്വയറും 10SB 10BS അതാ വരുന്നത്. അപ്പോൾ S സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. S സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ നിന്ന് വരും. S plus 10 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ S സ്ക്വയർ വരും. അപ്പോൾ S സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്താൽ ലെഫ്റ്റിൽ S സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇല്ല. സോ 0 ഈക്വൽ ടു റൈറ്റിൽ A പ്ലസ് ഇവിടെ B ഈ ടേമിൽ ഇല്ല. അപ്പോൾ A പ്ലസ് B ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. Aൻ്റെ വാല്യൂ നമുക്കറിയാം 1 by 100 ആണ്. ദാറ്റ് ഈസ് 1 by 100 പ്ലസ് B ഈക്വൽ ടു 0. വിച്ച് ഇംപ്ലൈസ് B ഈക്വൽ ടു ഇത് അങ്ങോട്ട് പോകുമ്പോൾ -1 by 100. അപ്പോൾ നമുക്ക് A B Cൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഏത് കണ്ടുപിടിക്കാം? ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore 1 by S into S plus 10 whole square is equal to A B C ക്ക് വാല്യൂ കൊടുക്കുക. അപ്പോൾ 1 by 100 by S പ്ലസ് എന്നല്ല B മൈനസ് ആണ്. അപ്പോൾ -1 by 100 divided by S plus 10. Cൻ്റെ വാല്യൂ -1 by 10. അപ്പോൾ -1 by 10 divided by S plus 10 the whole square. ഇനി നമുക്ക് ഏതിൽ കൊടുക്കണത്? 1 by S into S plus 10 whole square ആണ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? E raised to minus S എന്നുണ്ട്. ഇപ്പോൾ എഫ് ഓഫ് എസ് E raised to minus AS into F of S ആണെങ്കിൽ നമുക്ക് എന്ത് മാത്രം നോക്കിയാൽ മതി? ഇത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ആണ് വരിക. F of t minus A into U of t minus A എന്നുള്ള ഫോമിലേക്ക് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഇതേ ഓപ്പറേറ്റർ നമുക്ക് ഇവിടെ കൊടുക്കാം, ഇൻവേഴ്സിൻ്റെ വാല്യൂ. therefore L of I of t equal to I of S is equal to, ഇതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇനി ആ കിട്ടിയ L ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാം. therefore L of I of t equal to I of S equal to, നമ്മൾ L ഇൻവേഴ്സ് എടുക്കാൻ പോകണേ ഉള്ളൂ, കാരണം I of Sൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മൾ മാറ്റിയിട്ടില്ല. അപ്പോൾ I of S is equal to 1200 ഇൻറ്റു ഇതിൻ്റെ വാല്യൂ 1/s ഇൻറ്റു s പ്ലസ് 10 ഹോൾ സ്ക്വയർ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 1/100 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1/100/s പ്ലസ് 10 മൈനസ് 1/10/s പ്ലസ് 10 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ വാല്യൂ, ഇതിൻ്റെ മാത്രം വാല്യൂ ആണ്. ഇനി മൈനസ് e റേസ് ടു മൈനസ് എസ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 10 ദി ഹോൾ സ്ക്വയർ. അതായത് ഈ കിട്ടിയ റിസൾട്ടിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, ഇൻറ്റു e റേസ് ടു മൈനസ് എസ് എന്ന് എഴുതാം. അടുത്ത സിമ്പിൾ ഇവിടെ മൈനസ് ആണ്, സോ മൈനസും അവിടുത്തെ മൈനസ് വരുന്നതെല്ലാം പ്ലസ് ആവും. അപ്പോൾ എന്ത് വരും, മൈനസ് ഫസ്റ്റ് ടേമിൽ 1/100/s ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ്, ഈ മൈനസ് എന്നുള്ളത് പ്ലസ് ആവും കാരണം അവിടുത്തെ മൈനസ് മൈനസ് പ്ലസ് 1/100/s പ്ലസ് 10 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് പ്ലസ് 1/10/s പ്ലസ് 10 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ്. അത് കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് വരുന്ന ടേം ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 10 ദി ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കലാണ്. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് 1200 ഇവിടെ എല്ലാം 1/100 1/10 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഉള്ളിലത്തെ ടേമിൽ നിന്ന് ബ്രാക്കറ്റിനകത്തിൽ നിന്ന് 1/100 വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ 1200ൻ്റെ കൂടെ എന്ത് ചെയ്യണം, 1/100 ബ്രാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1200 ഇൻറ്റു 1/100, ഇപ്പോൾ ഇവിടെ എന്ത് വരും, 12 ഇൻറ്റു 1/100 വെളിയിലാണ്, അപ്പോൾ 1/s മൈനസ് 1/s പ്ലസ് 10 മൈനസ് ഇവിടെ 1/10 ഉള്ളൂ, 1/10 നിന്ന് 1/100 ആണ് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ 1/10/1/100 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 10 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 10 ഹോൾ സ്ക്വയർ മൈനസ് 1/100 പുറത്തുണ്ട്, അപ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് 1/100 പുറത്താണ്, അപ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 10. ഇനി ഇവിടെ 1/10 ആണ്, അതിന് 1/100 പുറത്തേക്ക് എടുത്താൽ ബാക്കിയുള്ളത് 10, ഇവിടെ -1 ഉണ്ട്. അപ്പോൾ ഇനി ഇത് തമ്മിൽ 10 അല്ല 1/10 പുറത്തേക്ക് എടുത്താൽ 1/10 പുറത്തേക്ക് എടുത്താൽ ഇവിടെ 10 ഉണ്ട്, ഇവിടെ 1/100 ആണ് വെളിയിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബാക്കി എത്രയാണ്, 100. 1/100 പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ 1/100 ഇല്ലാത്തതാണ്. അപ്പോൾ 1/100 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ എന്ത് വരും, 100 അല്ല, ഇന്നൊക്കെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ 1/10/1/100 ചെയ്ത് കഴിഞ്ഞാൽ 10 ആണ് ഇവിടെ ബാലൻസ് ഉള്ളത്. ഇവിടെ 1 ഉള്ളൂ, ഇപ്പോൾ 1/1/100 എന്താണ്, 100 ആണ്. വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിലത്തെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആ വെളിയിലേക്ക് എടുത്ത നമ്പർ കൊണ്ട് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 1/100 ആണ് പുറത്തേക്ക് എടുത്തത്, ഇവിടെ ഉള്ളത് 1, 1/1/100 100, 10 മൈനസ് 100 -90, രണ്ട് ടേമും സെയിം തന്നെയാണ്. ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 10 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ വാല്യൂ 10, ഇവിടെ ഉള്ളത് 100, 10 മൈനസ് 100 -90 ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 10 ദി ഹോൾ സ്ക്വയർ. നമുക്ക് എന്ത് കിട്ടി, എൽ ഓഫ് ഐ ഓഫ് ടി അല്ലെങ്കിൽ ഐ ഓഫ് എസ് കിട്ടി. വേണ്ടത് ഐ ഓഫ് ടി ആണ്. therefore ഐ ഓഫ് ടി ഈക്വൽ ടു ഈ കിട്ടിയതിൻ്റെ എൽ ഇൻവേഴ്സ് എടുക്കാം, എൽ ഇൻവേഴ്സ് ഓഫ് ഐ ഓഫ് എസ്, ദാറ്റ് ഈസ് 12 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് ഈ ടേം എന്നാണ്. ദാറ്റ് ഈസ് 12 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 10 മൈനസ് 10 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് s plus 10 whole square minus L inverse of e raised to minus s by s plus L inverse of e raised to minus s by s plus 10 minus 90 into L inverse of e raised to minus s by s plus 10 the whole square, which is equal to 12 common ആണ്, അത് പുറത്ത് നിർത്തി. 1/s ന്റെ L inverse 1, 1/s plus 10 ന്റെ L inverse 1/s minus a എന്ന് പറഞ്ഞാൽ e raised to 80 ആണ്. അപ്പോൾ മൈനസ് എക്ക് പകരം ഇവിടെ എസ് മൈനസ് 10 ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് 10t. അപ്പോൾ 1 മൈനസ് ഇ റേസ് ടു മൈനസ് 10t മൈനസ് അടുത്ത ടേം 10 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 10 ഹോൾ സ്ക്വയർ ആണ്. ഇത് എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ എന്നുള്ള ഫോമിൽ എടുക്കണം, പക്ഷേ ഷിഫ്റ്റിംഗ് ആണ്, എസിന് പകരം എസ് പ്ലസ് 10 വന്നു. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ ആണെങ്കിൽ ടി ആണ്. ഷിഫ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ടിക്ക് പകരം ടി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് എ എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് വരുമ്പോൾ എന്താ ചെയ്യുക, ഇ റേസ് ടു 80 ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് എഴുതും. അപ്പോൾ എഫ് ഓഫ് ടി ഇവിടെ ടി ആണ്, ഇ റേസ് ടു 80 എന്ന് പറഞ്ഞാൽ എ എത്ര ഇവിടെ -10. അപ്പോൾ 10 ഇ റേസ് ടു മൈനസ് 10t, 10t ഇ റേസ് ടു മൈനസ് 10t എന്ന് എഴുതി.
minus L inverse of e raised to minus s by s. L inverse of e raised to minus as by s എന്ന് പറയുന്നത് u of t minus a ആണ്. അപ്പോൾ L inverse of e raised to minus s by s എന്ന് പറയുമ്പോൾ a ക്ക് പകരം 1. അപ്പോൾ u of t minus 1 plus L inverse of e raised to minus as by s plus 10. L inverse of e raised to minus as into f of s എന്നുള്ള ഫോർമുല എടുക്കണം. raised to minus as f of s ന്റെ സ്ഥാനത്തുള്ളത് s by 10. ഇതിന്റെ റിസൾട്ട് f of t minus a into u of t minus a. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. അപ്പോൾ ഇവിടെ f of s ന്റെ വാല്യൂ 1 by s plus 10. f of s is equal to 1 by s plus 10. അപ്പോൾ നമുക്ക് വേണ്ടത് f of t ആണ് കണ്ടുപിടിക്കേണ്ടത് ഇതിന്. അപ്പോൾ f of t is equal to എന്ത് വരും? L inverse of 1 by s plus 10. That is e raised to minus 10t. 1 by s minus a ആണെങ്കിൽ e raised to 8t. a ക്ക് പകരം ഇവിടെ minus 10 ആണ്. അപ്പോൾ f of t equal to e raised to minus 10t. f of t minus a into u of t minus a എന്ന് കൊടുക്കണം. അപ്പോൾ t minus a എന്ന് പറയുമ്പോൾ t minus 1 into u of t minus 1. a ക്ക് പകരം 1 ആണ്. അപ്പോൾ ഇതെന്തായി മാറി? e raised to minus 10t 10 into t minus 1 into u of t minus 1 minus 90 into ഇവിടെ അതുപോലെ തന്നെ L inverse of e raised to minus as by s plus 10 whole square എന്നാണ്. അപ്പോൾ ഇതും f of s എന്ന് പറയുന്നത് s plus 10 whole square. പക്ഷേ f of s നമുക്ക് എന്തായിട്ട് എടുത്താൽ മതി? 1 by s square എന്ന് എടുത്താൽ മതി. കാരണം s plus 10 വരുന്നത് ഷിഫ്റ്റിംഗ് ആണ്. എസിന് പകരം s plus 10. 1 by s square ആണ് നമുക്കറിയാം. അതിൽ s plus a whole square അല്ലെങ്കിൽ s minus a whole square എന്ന് വരുമ്പോൾ അത് ഷിഫ്റ്റിംഗ് ആണ്. f of s is equal to 1 by s square ആണെങ്കിൽ f of t is equal to t ആണ്. L of t ആണ് 1 by s square. പക്ഷെ t ക്ക് പകരം എന്തെന്ന് എഴുതണം? 1 by s square ആകുമ്പോൾ t into e raised to t. 1 by s plus 10 whole square ആകുമ്പോൾ t into e raised to minus 10 t ആണ് വരിക. അത് ഷിഫ്റ്റിംഗ് ആണല്ലോ. s plus 10 ആകുമ്പോൾ e raised to minus 10t. e raised to 8t. t e raised to 8t എന്നാണ് വരിക. അപ്പോൾ a ക്ക് പകരം ഇവിടെ minus 10. ഇനി ഇവിടെ നമുക്ക് എന്താണ്? e raised to minus s ഉണ്ട്. e raised to minus as വരുമ്പോൾ f of t ക്ക് പകരം t minus a എന്ന് കൊടുക്കണം. f of t minus a into u of t minus a എന്ന് കൊടുക്കണം. അപ്പോൾ t ക്ക് പകരം ഇവിടെ a t minus 1 into e raised to minus 10 into t minus 1 into u of t minus 1. ഇവിടെ ഫ്രണ്ടിലൊരു 90 ഉണ്ട്. അപ്പോൾ minus 90 into t minus 1 into e raised to minus 10 into t minus 1 into u of t minus 1. ഇതിൽ u of t minus 1 ഉള്ള ടേംസും ഉണ്ട്, ഇല്ലാത്ത ടേംസും ഉണ്ട്. സോ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 12 into 1 minus e raised to minus 10t minus 10t e raised to minus 10t plus u of t minus 1 എല്ലാം കൂടെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്ത് എവിടെയും 12 ഉണ്ട്. 12 എല്ലാറ്റിനും കൂടിയാണ്. അപ്പോൾ 12 into ഇതിൽ നിന്ന് u of t minus 1 പുറത്തേക്ക് എടുത്ത് അവിടെ 1. ഇതിൽ u of t minus 1 എടുത്തു കഴിഞ്ഞാൽ പ്ലസ് e raised to minus 10 into t minus 1 minus 90 into t minus 1 into e raised to minus 10 into t minus 1 into കോമൺ ആയിട്ട് ചെയ്ത u of t minus 1 എന്നുള്ളത്.